ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റ് UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 ഞായറാഴ്ച. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ള ട്രേഡിംഗ് ചെയ്യാതിരിക്കുക, വളരെ ലോസ് മേക്കിംഗ് സാധ്യതകളുണ്ട്. ഡേ ട്രേഡിംഗ് ചെയ്യാതിരിക്കുക, ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, മീഡിയം ടു ലോങ് ടേമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തമാശക്ക് പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ 2022-ലും 2023-ലും 2024 ഒക്ടോബർ വരെയും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല മികച്ച ഒരു ഇൻകം ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊരു ട്രേഡർ ആണെങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ചെയ്തവർക്കും പൊസിഷണൽ ട്രേഡിംഗ് ചെയ്തവർക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്ഥിതി മാർക്കറ്റിൽ അതല്ല. ഇതിൽ ഈവൻ ട്രേഡേഴ്സിന് വളരെ ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സിന് തന്നെ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ മെയിൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും അഡിക്ഷനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ എൻ്റെ ഇത് ഒരു പാഷനായിട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വീഡിയോ ചെയ്യുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും ഒക്കെ. എൻ്റെ മെയിൻ ബിസിനസ് ഒരു HR റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി നടത്തുകയാണ്, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള. അത് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കെമിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മിഡിൽ ആൻഡ് സീനിയർ ലെവൽ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്ലേസ്മെന്റ് കമ്പനിയല്ല, ഇതിനൊരു എക്സിക്യൂട്ടീവ് സെർച്ച് ഫേം അല്ലെങ്കിൽ ഒരു ഹെഡ് ഹണ്ടിങ് ഫേം അതൊക്കെ പറയാം. അപ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, വേറൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നില്ല. ഞങ്ങളുടെ കോൺട്രാക്ട് മെയിനായിട്ട് കമ്പനിയുടെ കോൺട്രാക്ട് ആണ്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിക്കുന്നില്ല, രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ബിസിനസ് ഞാൻ 15 വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഒരു വർഷമായിട്ട് ഈ ബിസിനസ്സിൽ എൻ്റെ ഒരു ഫോക്കസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ വീണ്ടും തീരുമാനിച്ചു, എൻ്റെ ഈ പ്രൈമറി ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ പറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മളുടെ ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടാവുക, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുക. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് വഴി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും കെമിക്കൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളോ HR മാനേജറോ അല്ലെങ്കിൽ കെമിക്കൽ സ്ഥാപനങ്ങളുടെ MDയോ മറ്റോ ആണെങ്കിൽ ഏതെങ്കിലും ജോബ് റിക്വയർമെന്റ് എന്റെ സ്ഥാപനത്തിലേക്ക് വരിക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും കെമിക്കൽസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഫേം വഴി എന്തെങ്കിലും ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എന്റെ പ്രൊഫൈൽ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പൊ ഇതൊരു 15 വർഷമായിട്ട് നടത്തി വരുന്ന സ്ഥാപനമാണ്. ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ജോബ് പോസ്റ്റിംഗ് ഒക്കെ കാണാവുന്നതാണ്. എനിവേ, നമുക്ക് വീണ്ടും മാർക്കറ്റിലോട്ട് തന്നെ തിരിച്ചു വരാം. ലാസ്റ്റ് വീക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,100 എന്ന നിലയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഞാൻ സ്ഥിരമായി പറയാറുണ്ട്, ഒരു പ്രീ ബജറ്റ് റാലി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ 23,100-ൽ നിന്ന് ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,510-നടുത്താണ്. ഏകദേശം 400 പോയിന്റ് റാലിയാണ് ബജറ്റിന് മുമ്പേ നിഫ്റ്റിയിൽ ഈ ആഴ്ച നമ്മൾ കണ്ടത്. അതിനുശേഷം ബജറ്റിന് ശേഷം നിഫ്റ്റി ഏകദേശം ഫ്ലാറ്റായി 25 പോയിന്റ് ഡൗൺ ആയിട്ട് 23,482-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജറ്റിനെ കുറിച്ച് ഒരുപാട് ഒപ്പീനിയൻ വരുന്നുണ്ട് എക്സ്പെർട്ടുകളുടെ. അപ്പൊ ഞാൻ ആ വിഷയത്തിലൊരു എക്സ്പെർട്ട് അല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നിഫ്റ്റിയിൽ എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാം. നിഫ്റ്റിയിൽ ഞാൻ ഒരു റാലിയാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ആ റാലിക്ക് മുന്നേ ഒരു ചെറിയൊരു കറക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ഇവിടെ നിന്ന് 23,300 അല്ലെങ്കിൽ 23,000 ചിലപ്പോ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം ഒരു റാലിയാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു ചെറിയ കറക്ഷൻ, അതിനുശേഷം റാലി. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ആയിരിക്കും കൂടുതൽ നല്ലത്. ഒരു 23,300-നടുത്തും 23,000-നടുത്തൊക്കെ നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ആ കറക്ഷനെ കാണാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും നമുക്കൊരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഡിമാറ്റ് അക്കൗണ്ട് എന്നിവ അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫയേഴ്സ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ ഫയേഴ്സ് എന്ന പേരിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഫയേഴ്സ് നമുക്ക് 3 രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഫയേഴ്സ് വെബ് വഴിയും
അവരുടെ ആപ്പ് ഉപയോഗിച്ചും അതുകൂടാതെ ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പ് വഴി നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഫയേഴ്സിന്റെ അഡ്വാൻസ് ചാർട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും അതുകൂടാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും മറ്റും സാധിക്കുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സ്കാൽപേഴ്സ് ടെർമിനൽ. ഇതിൽ നമുക്കൊരു സ്ക്രീനർ ലഭിക്കുന്നതാണ്. മാർക്കറ്റ് മൂവേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ബ്രേക്ക്ഔട്ട് ആയിരിക്കുന്നത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത്, 52 വീക്ക് ഹൈ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആയിരിക്കുന്നത്, 52 വീക്ക് ലോ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഈ ഇൻഫർമേഷനും മറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രീനർ ഉപയോഗിക്കാവുന്നതാണ്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ETF, കമോഡിറ്റീസ് എന്നിവയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്ക്രീനർ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാ ഓപ്ഷൻ എന്ന പേരിലുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയുണ്ട്. ഇത് ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ ഇവരുടെ ബ്രോക്കറേജ് ചാർജസ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ്. IPOയിലും മ്യൂച്വൽ ഫണ്ടിലും ബ്രോക്കറേജ് 0 ആണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, ഇൻട്രാഡേ, ഡെലിവറി എന്നീ സെഗ്മെന്റിൽ ബ്രോക്കറേജ് 20 രൂപ പെർ ഓർഡർ ആണ്. ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ഫണ്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അതുകൂടാതെ MTF ഫെസിലിറ്റിയും നൽകുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് ലൈഫ് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സ്റ്റോക്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, കമോഡിറ്റീസ്, IPO, മ്യൂച്വൽ ഫണ്ട് എന്നീ സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലും ഞാൻ നിങ്ങളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പാനിക് ആകരുത്, പാനിക് സെല്ലിംഗ് ചെയ്യരുത്, SIP ചെയ്യാത്തവർ SIP സ്റ്റാർട്ട് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ കറക്ഷനെ കാണുക എന്നൊക്കെ. പക്ഷെ ആര് കേൾക്കാൻ? തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിഫ്റ്റിയിൽ കണ്ടത് ഒരു ക്യാപിറ്റുലേഷൻ ആയിരുന്നു, ഒരു കനത്ത റീറ്റെയിൽ സെല്ലിംഗ് ആയിരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കണ്ടത്. അപ്പൊ തിങ്കളാഴ്ച ക്ലോസിംഗ് വളരെ വീക്കായിട്ടാണ് തിങ്കളാഴ്ച മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും ക്ലോസ് ചെയ്തത്. ചൊവ്വാഴ്ച തുറന്ന ഉടനെ തന്നെ ഞാൻ തോന്നിയതൊരു ചിലപ്പോൾ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തേക്കാമെന്ന് തോന്നിയിട്ട് ചൊവ്വാഴ്ച ഉടൻ തന്നെ ഞാൻ കുറച്ച് 8 സ്റ്റോക്കുകൾ വാങ്ങിക്കുകയുണ്ടായി. പക്ഷെ വാങ്ങിച്ചതിന് ശേഷം ചൊവ്വാഴ്ച പിന്നെ അതൊരു 10% താഴെ പോയിട്ടാണ് പിന്നെ ബൗൺസ് ചെയ്തത്. ആ 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിച്ചതിന് ശേഷം പറയുകയാണെന്ന് പറയരുത്. ഈ സ്റ്റോക്കുകളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഓൾറെഡി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ സ്റ്റോക്കുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ 8 സ്റ്റോക്കുകൾ വാങ്ങിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പറയുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ച ചില സ്റ്റോക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ആ ലൈക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് തന്നോളൂ. അത് മാത്രമല്ല, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ചൊവ്വാഴ്ച വാങ്ങിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, വാങ്ങിച്ച വില എന്താണെന്ന് നോക്കാം. അതിനുശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ച ഏത് പ്രൈസിലാണ് ആ സ്റ്റോക്കുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നോക്കിക്കാണാം. ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചത് ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. 65 രൂപ 45 പൈസയ്ക്കാണ് അത് ചൊവ്വാഴ്ച വാങ്ങിച്ചത്. സാറ്റർഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 67 രൂപയ്ക്ക് അടുത്താണ്. രണ്ടാമത്തെ സ്റ്റോക്കാണ് ഗബ്രിയൽ ഇന്ത്യ. ഗബ്രിയൽ ഇന്ത്യ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 410 രൂപയ്ക്കായിരുന്നു ചൊവ്വാഴ്ച വാങ്ങിച്ചത്. അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 447 ആണ്. 410 വാങ്ങിച്ചതിന് ശേഷം 480 വരെ പോവുകയുണ്ടായത്. അടുത്ത സ്റ്റോക്കാണ് GE ഷിപ്പിംഗ്. GE ഷിപ്പിംഗ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 908 രൂപയ്ക്കാണ്. അത് ശനിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 1000 രൂപയിലാണ്. അടുത്ത സ്റ്റോക്കാണ് പവർമെക് പ്രോജക്ട്സ് എന്ന സ്റ്റോക്ക്. വാങ്ങിച്ചത് 2070 രൂപയിലാണ്. ശനിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 2757 ആണ്. പക്ഷെ ശനിയാഴ്ച അത് 2360 രൂപ വരെ പോയിട്ടുണ്ടായി. അടുത്ത സ്റ്റോക്കാണ് സാന്താ ടെക്നോളജീസ് എന്ന സ്റ്റോക്ക്. 421 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അത് സാറ്റർഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 460 രൂപയിലാണ്. അടുത്ത സ്റ്റോക്കാണ് സ്റ്റെർലിംഗ് ടൂൾസ്. 461 രൂപയ്ക്കാണ് സ്റ്റോക്ക് വാങ്ങിച്ചിരിക്കുന്നത്. 503 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോക്കാണ് തിലക് നഗർ ഇൻഡസ്ട്രീസ്. 367 രൂപയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് സാറ്റർഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 385 രൂപയിലാണ്. അടുത്ത സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ. 610 രൂപയിലാണ് ആ സ്റ്റോക്ക് ഞാൻ ട്യൂസ്ഡേ വാങ്ങിച്ചത്. സാറ്റർഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 660 രൂപയിലാണ്. അപ്പോൾ ഞാനിത് ഇവിടെ പറയാൻ കാരണം, കുറേ സ്റ്റോക്കുകളിലേക്ക് വീഡിയോ ചെയ്ത സ്റ്റോക്കുകളുടെ പേര് പറഞ്ഞു പോകുന്നു. അതിനുശേഷം ഞാൻ പ്രാക്ടിക്കലായിട്ട് വാങ്ങിക്കണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. സ്റ്റോക്കുകളുടെ പേര് പറയുക മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.